ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മെ എപ്പോഴും സഹായിക്കുന്ന, നമ്മെ ലജ്ജിക്കാൻ അനുവദിക്കാത്ത കർത്താവിൻ്റെ ശക്തിയെ, സ്നേഹത്തെ ഏറ്റുപറയാം. ഒരുമിച്ച് കുരിശ് വരയ്ക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പതറുകില്ല, തളരുകില്ല, സ്വർഗ്ഗസിയോനിലെത്തിയിടും ഞാൻ. പതറുകില്ല, തളരുകില്ല, സ്വർഗ്ഗസിയോനിലെത്തിയിടും ഞാൻ. എല്ലാം നന്മയ്ക്കായി സ്വർഗതാതൻ ചെയ്തിടുന്നു. എല്ലാം നന്മയ്ക്കായി സ്വർഗതാതൻ ചെയ്തിടുന്നു. നിർണയമാം വിളി കേട്ടവർക്കും ദൈവത്തിൻ സ്നേഹം അറിഞ്ഞവർക്കും, നിർണയമാം വിളി കേട്ടവർക്കും ദൈവത്തിൻ സ്നേഹം അറിഞ്ഞവർക്കും, എല്ലാം നന്മയ്ക്കായി സ്വർഗതാതൻ ചെയ്തിടുന്നു. എല്ലാം നന്മയ്ക്കായി സ്വർഗതാതൻ ചെയ്തിടുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 50-ാം അധ്യായം 7-ാം വാക്യം. ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നതിനാൽ ഞാൻ പതറുകയില്ല. ഞാൻ എൻ്റെ മുഖം ശിലാതുല്യമാക്കി എനിക്ക് ലജ്ജിക്കേണ്ടി വരികയില്ലെന്ന് ഞാൻ അറിയുന്നു. Isaiah chapter 50 verse 7. The Lord God helps me. Therefore I have not been disgraced. Therefore I have set my face like flint, and I know that I shall not be put to shame. വളരെ ശക്തിയേറിയ തിരുവാക്യമാണ് ഇത് വെളിപ്പെടുത്തുന്നത് കർത്താവിൽ ആശ്രയിക്കുന്നവൻ്റെ ബലമാണ്. പ്രവാചകൻ സംസാരിക്കുന്നത് വലിയ ആത്മവിശ്വാസത്തോടെയാണ്. അതിൻ്റെ കാരണം ജീവിതം സുഗമമായതുകൊണ്ടല്ല, മറിച്ച് ദൈവം ചാരത്തുള്ളത് കൊണ്ട്. നമ്മൾ പാടി പ്രാർത്ഥിച്ചില്ലേ, പ്രതികൂലങ്ങൾ ഏറെ എന്നാൽ അനുകൂലമായി യേശുവുണ്ട്. പതറുകില്ല, തളരുകില്ല, സ്വർഗ്ഗസിയോനിൽ എത്തിടും ഞാൻ. കഷ്ടതയോ സങ്കടമോ പട്ടിണിയോ പരിഹാസങ്ങളോ എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നകറ്റാൻ ഇവയിലൊന്നിനും സാധ്യമല്ല. മുഖം ശിലാതുല്യമാക്കി എന്നത് സൂചിപ്പിക്കുന്നത് കർത്താവിലുള്ള ഉറപ്പാണ്. സഹനങ്ങളുടെ മധ്യേ, അവഗണനകളുടെ മധ്യേ, അവ്യക്തതകളുടെ നടുവിൽ കർത്താവിൽ ഉറച്ചു നിൽക്കുന്നവൻ്റെ മുഖമാണ് ശിലാതുല്യമായി പാറ പോലെ നിൽക്കുന്നത്. ആ ധൈര്യമാണ്, ആ തൻ്റെ ഇടമാണ് കാൽവരിയിലേക്ക് നടന്നു കയറിയ മിശിഹായിൽ നമ്മൾ കണ്ടത്. കുരിശിനെ പുൽകുന്ന കർത്താവിൽ നമ്മൾ കാണുന്നത്. ഇന്ന് നമ്മളും ക്ഷണിക്കപ്പെടുന്നത് അതേ ആന്തരിക ബലത്തിലേക്കാണ്. വി ഷുഡ് ഹാവ് ദ സെയിം ഇൻറ്റീരിയർ സ്ട്രെങ്ത്. അത് അഹങ്കാരത്തിൽ നിന്ന്, അഹംഭാവത്തിൽ നിന്ന് ഉടലെടുക്കുന്നതല്ല, മറിച്ച് കർത്താവിലുള്ള പരിശുദ്ധമായ ആശ്രയത്വത്തിൽ നിന്ന് ഉടലെടുക്കുന്നതാണ്. ദൈവം നമ്മുടെ സഹായത്തിനുണ്ട് എന്നറിയുന്നവൻ്റെ ഭയം അവനെ വിട്ടുപോകുന്നു. അപമാനം, നാണക്കേട് മാറിപ്പോകുന്നു. നിരാശയ്ക്ക് ഇനി അവൻ്റെ ജീവിതത്തിൽ ഇടമില്ല.
ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മുടെ മുമ്പിൽ നമുക്കായി ഒരുക്കപ്പെടുന്നത്, നമ്മൾ നടക്കേണ്ട വഴി എങ്ങനെയുള്ളതുമാകട്ടെ, ഒരു കാര്യം ഉറപ്പിക്ക്, നീ ഒറ്റയ്ക്കല്ല. ഗോഡ് വാക്സ് വിത്ത് യു. ദൈവം നിന്നോടൊപ്പം നടക്കുന്നുണ്ട്. നിനക്കത് മതി. ആവിലായിലെ അമ്മ ത്രേസ്യ പറയുന്നു, ലെറ്റ് നത്തിങ് ഡിസ്റ്റർബ് യു, ലെറ്റ് നത്തിങ് ഫ്രൈറ്റൻ യു. ഓൾ തിങ്സ് പാസ്, ഗോഡ് നെവർ ചേഞ്ചസ്. നിന്നെ ഒന്നും അസ്വസ്ഥപ്പെടുത്താതിരിക്കട്ടെ, നിന്നെ ഒന്നും ഭയപ്പെടുത്താതിരിക്കട്ടെ. കാരണം എല്ലാം മാഞ്ഞു പോകും. ദൈവമേ ഉള്ളൂ മാറാത്തത്. മാറാത്തവനിൽ ആശ്രയം വയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായ ഈശോ മിശിഹായേ, എൻ്റെ ശക്തിയും എൻ്റെ സഹായവുമേ, നിന്നെ ഞാൻ ഈ പ്രഭാതത്തിൽ ആരാധിക്കുന്നു. കർത്താവേ, ഞാൻ ബലഹീനനാകുമ്പോൾ എൻ്റെ ചാരത്ത് നീ ഉണ്ടെന്ന് നീ എന്നെ ഓർമ്മിപ്പിക്കണമേ. കർത്താവേ, ഈ ജീവിതത്തിൻ്റെ, ഈ ദിവസത്തിൻ്റെ എല്ലാ വെല്ലുവിളികളെയും തൻ്റെ ഇടത്തോടെ നേരിടുവാൻ നീ എനിക്ക് ധൈര്യം നൽകണമേ. നിന്റെ സാന്നിധ്യത്തിൽ ഞാൻ ആശ്രയം വയ്ക്കുന്നു. ഭയമില്ലാതെ, നാണക്കേടുകളില്ലാതെ, അപമാനമില്ലാതെ ഞാൻ നടക്കട്ടെ. എൻ്റെ മുഖം നീ ശിലാതുല്യമാക്കണമേ. മാറ്റമില്ലാത്ത വിശ്വാസം എനിക്ക് നൽകണമേ. പരീക്ഷണങ്ങളിൽ ഞാൻ തളർന്നു പോകാതിരിക്കട്ടെ. അവ്യക്തതകൾ എൻ്റെ സമാധാനത്തെ കെടുത്താതിരിക്കട്ടെ. നിന്റെ സ്നേഹമാകട്ടെ ഈശോ എൻ്റെ ആത്മവിശ്വാസം. ഈ ദിവസത്തിൻ്റെ എല്ലാ പ്രയത്നങ്ങളെയും കർത്താവിന് വിട്ടുകൊടുത്ത് ദിവസത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.